രാക്ഷസ പ്രണയം 4. ആതിര കരഞ്ഞു തളർന്ന് അവളുടെ മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയാണ്. ശരീരമാകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. തന്റെ പേരക്കുട്ടിയെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ ആ വൃദ്ധയും തകർന്ന് നിൽക്കുകയാണ്. ശിവയച്ചൻ പലപ്പോഴും ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ മുത്തശ്ശി സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാമായിരുന്നു. അവൾ സങ്കടത്തോടെ ഓർത്തു. ഈ തറവാടിന് വലിയ ചുറ്റുമതിലുണ്ട്. എത്ര ഉറക്ക കരഞ്ഞാലും ശബ്ദം പുറത്തേക്ക് പോകില്ല. 5 ഏക്കർ വസ്തുവിന് നടുവിലായിട്ടാണ് ആ തറവാടും അതിനോട് ചേർന്നുള്ള കളപ്പുരയും. പെട്ടെന്ന് കതക് തുറന്ന് ആരോ അവരുടെ അടുത്തേക്ക് വരുന്ന ശബ്ദം കേട്ടു. പേടിച്ച് അവളുടെ കൈകൾ മുത്തശ്ശിയുടെ കൈകളിൽ മുറുകി. മുറിയുടെ കതക് തുറന്ന് അവൻ പതിയെ അകത്തേക്ക് വന്നു. അവിടെയുള്ള കസേര വലിച്ചിട്ട് അതിലിരുന്നുകൊണ്ട് ആ വൃദ്ധയെയും പേടിച്ചു വിറച്ചു നിൽക്കുന്ന ആ പെൺകിടാവിനെയും നോക്കി. അവൻ നോക്കുന്നത് കണ്ട് ആ വൃദ്ധ സങ്കടത്തോടെ ദയനീയമായി അവനോട് യാചിച്ചു. ഞങ്ങൾ പാവങ്ങളാണ്, ആരുമില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞാണിവള്. 18 വയസ്സ് തികഞ്ഞതേയുള്ളൂ. പാവമാണ്, ഇവളെ ഉപദ്രവിക്കരുത്. അവരുടെ പറച്ചിൽ കേട്ട് അവനൊന്ന് ചിരിച്ചു. 18 വയസ്സ് നല്ല പ്രായമാണ്. അവന്റെ പറച്ചിൽ കേട്ട് ആ പേടിയോടെ ആ വൃദ്ധ അവനെ നോക്കി. പേടിക്കണ്ട, എനിക്കറിയാം ഇവൾ ആരും ചൂടാത്ത പൂവാണെന്ന്. ആരുടെയും കണ്ണിൽപ്പെടാതെ വിരിയാൻ തുടങ്ങുന്ന പനിനീർ പുഷ്പം. ഐ വിൽ ഹാൻഡിൽ ഹെർ ജെന്റ്ലി. പരിക്കൊന്നും ഏൽപ്പിക്കാതെ നാളെ തന്നെ തിരികെ എത്തിച്ചേക്കാം. ആ പിന്നെ എൻ്റെ ഒപ്പം വരണമെങ്കിൽ താലി ചാർത്തണമല്ലോ അല്ലേ? പറഞ്ഞുകൊണ്ട് പതിയെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു മാല എടുത്തു. അതിൻ്റെ അറ്റത്ത് കൊളുത്തിനോട് ചേർന്ന് കിടക്കുന്ന പൂത്താലി. അവൻ താലിയുമായി അവളുടെ അരികിലേക്ക് നടന്നു. താലിയുമായി തന്റെ അരികിലേക്ക് നടക്കുന്നവനെ കണ്ട് ആ പെൺകുട്ടി വല്ലാതെ ഭയന്നു. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. അവൻ അടുത്തെത്തിയതും ആ പാവം വൃദ്ധ അവനെ തടയാൻ തുടങ്ങി. അത് കണ്ട് അവന്റെ അംഗരക്ഷകർ ആ വൃദ്ധയെ പിടിച്ചു മാറ്റി. അവളുടെ കൈ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വേർപെടുത്തിച്ച് പതിയെ അവൾക്ക് അരികിലേക്ക് നടന്നു അവൻ. താലി ചാർത്താൻ ഒരുങ്ങിയതും അവൾ കൈകൊണ്ട് തട്ടിമാറ്റാൻ ശ്രമിച്ചു. അവൾ അവനെ തടഞ്ഞുകൊണ്ടേയിരുന്നു. അവന് കഴുത്തിൽ താലി ചാർത്താൻ പറ്റുന്നില്ലായിരുന്നു. അവൾ വല്ലാതെ ബഹളം വെച്ചു. ഒരു കൈകൊണ്ട് അവളുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് പുറകിലേക്ക് വളച്ചുകൊണ്ട് അവളുടെ കാതോരമായി അവൻ പറഞ്ഞു, അടങ്ങി നിന്നില്ലെങ്കിൽ, ഈ താലി നിന്റെ കഴുത്തിൽ ചാർത്താൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ നിമിഷം നിന്റെ മുത്തശ്ശിയെ ഞാൻ കൊല്ലും. അവൾ വല്ലാതെ ഭയന്നു. പെട്ടെന്ന് ബഹളം വയ്ക്കുന്നത് നിലച്ചു. അവളുടെ ശരീരമാകെ തളർന്നു. പതിയെ അവൻ തൻ്റെ കയ്യിലുള്ള ആ മാല അവളെ അണിയിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് ഇരുന്നു. അവൻ ആ വൃദ്ധയെ നോക്കി. ഞാനിതാ താലി ചാർത്തിക്കഴിഞ്ഞു. ഇനി എനിക്ക് കൊണ്ടുപോകാമല്ലോ അല്ലേ? പറഞ്ഞുകൊണ്ട് അവൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾ വീണ്ടും ബഹളം വയ്ക്കാൻ തുടങ്ങി. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവൻ അവളെ എടുത്ത് തൻ്റെ തോളത്തിട്ടുകൊണ്ട് തറവാട്ടിലേക്ക് നടന്നു. അവൾ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. നെഞ്ചുപൊട്ടിയുള്ള അവളുടെ നിലവിളി കേട്ട് ആ വൃദ്ധയുടെ ഹൃദയം തകർന്നു. അവളെയും കൊണ്ട് അവൻ നേരെ 2ാം നിലയിലുള്ള വിശാലമായ തൻ്റെ ബെഡ്റൂമിലേക്ക് നടന്നു. കയ്യിൽ കിടന്ന് വല്ലാതെ കുതറുകയാണ് പെണ്ണ്. അവൻ അവളെ പതിയെ കട്ടിലിലേക്ക് കിടത്തി. അവൻ പുറകോട്ട് മാറിയതും അവൾ ചാടി എഴുന്നേറ്റ് കട്ടിലിന്റെ മറുവശത്തായി പോയി നിന്നു. അവൻ പതിയെ തന്റെ ടീഷർട്ട് ഊരിമാറ്റി. അവന്റെ മസിലുകൾ നിറഞ്ഞ ദൃഢമായ ശരീരം കണ്ടപ്പോൾ അവളുടെ ഭയം കൂടി. അവൻ അവിടെയുള്ള ഷെൽഫ് തുറന്ന് ഒരു ടവൽ എടുത്തു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. പറഞ്ഞുകൊണ്ട് അവളെ നോക്കി തന്നെ അവൻ ബാത്റൂമിന്റെ കതക് തുറന്നു അകത്തേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ ആ റൂമിന്റെ കതക് തുറന്ന് പുറത്തേക്ക് ഓടി. ഓടി ഒളിച്ചോളൂ, വി വിൽ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ഞാൻ കുളിച്ചു വരുന്നത് വരെ സമയമുണ്ട് നിനക്ക് ഒളിക്കാൻ. ഞാൻ നിന്നെ കണ്ടുപിടിച്ചോളാം. അവളെ നോക്കി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ തറവാടിന് പുറത്തേക്ക് 4 വാതിലുകളാണ് ഉള്ളത്. 4ഇടത്തും അവന്റെ അംഗരക്ഷകർ കാവലിനുണ്ട്. അവൾക്ക് തറവാട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയില്ല. അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു റൂം, പിന്നെ താഴെയുള്ള ഒരു റൂം, ഇത്രയും മാത്രമേ തുറന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്.
ചുണ്ടിൽ ഗൂഢമായ ചിരിയോടെ അവൻ ബാത്റൂമിലേക്ക് കയറി. അവൾ താഴേക്ക് ഇറങ്ങി ഓടി. പുറത്തേക്കുള്ള 4 വാതിലുകളും തുറക്കാൻ നോക്കി. പക്ഷേ അതെല്ലാം പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. രക്ഷപ്പെടണം, എങ്ങനെയും രക്ഷപ്പെടണം. ഈ രാക്ഷസന്റെ കയ്യിൽ അകപ്പെടാൻ വയ്യ. ഒരു ഭ്രാന്തിയെപ്പോലെ അവിടെയെല്ലാം ഓടി നടന്നു അവൾ. പെട്ടെന്നാണ് അവൾ പൂജാമുറി കണ്ടത്. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ പൂജാമുറിയിലേക്ക് ഓടിക്കയറി. ആ പൂജാമുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൂജാമുറിയുടെ പുറകിലായി ഒരു ചെറിയ വാതിലുണ്ട്, നിലവറയിലേക്കുള്ള വാതിൽ. ഒരിക്കൽ അവളുടെ ശിവേച്ചന്റെ കൂടെ നിലവറയിൽ പോയിട്ടുണ്ട്, ചിലങ്ക എടുക്കാനായി. നിലവറയിൽ നിന്നും പുറത്തേക്ക് ഒരു വാതിലുണ്ട്. അവൾ പൂജാമുറിയുടെ കതക് അടച്ച് കുറ്റിയിട്ടു. നിലവറയിലേക്കുള്ള വാതിൽ തുറന്നു. അതിവേഗത്തിൽ പടവുകൾ ഓടിയിറങ്ങി നിലവറയിലെത്തി. തപ്പിത്തടഞ്ഞ് പുറത്തേക്കുള്ള വാതിൽ കണ്ടുപിടിച്ചു. വാതിൽ തുറന്നു. ആ വാതിൽ തുറക്കുന്നത് കുളപ്പടവിനടുത്തേക്കാണ്. അവൾ അങ്ങോട്ട് ഓടി. ഷവർ തുറന്ന് അതിന്റെ ചുവട്ടിലായി നിൽക്കുകയാണ് അവൻ. ശരീരത്തിൽ കൂടി വെള്ളം ഇറങ്ങിയപ്പോൾ കൈത്തണ്ടയിൽ നീറ്റൽ അനുഭവപ്പെട്ടു. പെണ്ണ് മാന്തിയതാണ്. എന്തൊരു കുതിറലായിരുന്നു! കയ്യിൽ കിടന്ന് എന്തൊരു ബഹളമാണ്! ആദ്യമായാണ് തന്റെ കൈക്കുള്ളിൽ കിടന്ന പരൽമീനിനെ പോലെ ഒരു പെണ്ണ് പിടയുന്നത്. തോളിന്റെ ഭാഗത്തും നീറ്റലുണ്ട്. തോളത്തേക്ക് എടുത്തിട്ടപ്പോൾ കടിച്ചതാണ്. ശരീരത്തിന്റെ നീറ്റലുകൾ അവന്റെ മുഖത്ത് പുഞ്ചിരി വിടർത്തി. ഒരിക്കലും ആ കളപ്പുരയിലേക്ക് കയറണമെന്ന് വിചാരിച്ചതല്ല. മഴ പെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ടേക്ക് കയറിയത്. കാലിൽ തട്ടിയതുകൊണ്ട് മാത്രമാണ് ആ ചിത്രം എടുത്തു നോക്കിയത്. ഒരുപാട് സുന്ദരികൾ പുറകെ നടക്കുന്നുണ്ട്. പല പുരുഷന്മാരും ആരാധനയോടെ നോക്കി നിൽക്കുന്ന സൗന്ദര്യധാമങ്ങൾ തന്റെ ഒരു നോട്ടത്തിനായി പുറകിലുണ്ട്. പക്ഷെ അവരിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത ആ ചിത്രത്തിന് ഉള്ളതുപോലെ തോന്നി. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വൃദ്ധയുടെ പരിങ്ങലിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇത് അവർക്ക് അറിയാവുന്ന ഒരാളാണെന്ന്. വിട്ടുകളയാൻ തോന്നിയില്ല. ആ സൗന്ദര്യം നേരിൽ കാണാൻ കൊതിയായി. ഉറപ്പില്ലായിരുന്നു, എങ്കിലും തിരികെ വന്നു. വന്നപ്പോൾ ആ ചിത്രത്തിൽ കണ്ട അപ്സരസ് അതേ രൂപത്തിൽ മുന്നിലേക്ക്. ആരാധനയോടെ കൊതിയോടെ അവളെ നോക്കി നിന്നുപോയി. പക്ഷേ കണ്ണുകളിൽ കണ്ടത് ഭയമായിരുന്നു. ഒരു രാക്ഷസിനെ നേരിൽ കണ്ടതുപോലെ ആ കണ്ണുകൾ ഭയന്നു. പിന്നീട് ഒരിക്കൽ പോലും അവൾ എന്നെ നോക്കിയില്ല. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു രാത്രിക്കായി കോടികൾ നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും തന്റെ അരികിലേക്ക് വരാത്ത കുഞ്ഞിപ്പെണ്ണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരാണെന്ന് അവൾക്കറിയില്ല. ഈ ഗ്രാമത്തിനപ്പുറത്തുള്ള ലോകം അവൾ കണ്ടിട്ടില്ല. ഒന്നും അറിയാത്ത, ആരും തൊടാത്ത ഒരു പനിനീർ പൂവ്. അതായിരുന്നു അവൾ. വലിയ പരിക്കൊന്നുമില്ലാതെ നാളെ തന്നെ തിരികെ ഏൽപ്പിക്കാമെന്നാണ് മുത്തശ്ശിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇല്ല, അവളെ കൂടെ കൂട്ടണം, എൻ്റെ ഒപ്പം ഉണ്ടാകണം. താലി ചാർത്തിയവനൊപ്പം കഴിയാമെന്നാണല്ലോ അവളുടെ വിശ്വാസം. അവളുടെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലിയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ ഒപ്പം വേണം. വളരെ വിശാലമായി തന്നെ അവൻ കുളിച്ചു. ഒരു ടവൽ ഉടുത്തുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. മുറിയിൽ പെണ്ണില്ല. താഴേക്ക് ഇറങ്ങി ഓടിയത് കണ്ടിരുന്നു. ഒരു ചിരിയോടെ ഡ്രസ് ചേഞ്ച് ചെയ്ത് സുഗന്ധം പൂശി ഒളിഞ്ഞിരിക്കുന്ന അവളെ തിരിയാനായി തുടങ്ങി. ബേബി, ഐ എം കമ്മിങ്. വെർ ആർ യു ഹൈഡിങ് മൈ ഡിയർ? അവൻ പതിയെ താഴേക്കിറങ്ങി. താഴെയുള്ള മുറിയിൽ പരിശോധിച്ചു. കട്ടിലിനടിയിലും അലമാരയിലും ബാത്റൂമിലും എല്ലാം നോക്കി. അവളെ കണ്ടില്ല. അവന് ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങി. ബേബി, ഇനഫ്, കം ഔട്ട്. അവൻ അവളെ ഉറക്ക വിളിച്ചു. പക്ഷെ മറുപടി കിട്ടിയില്ല. വീണ്ടും അവൻ മുകളിൽ പോയി. അവിടെയും ഒന്നുകൂടി നല്ലതുപോലെ പരിശോധിച്ചു. ഇല്ല, മുകളിൽ അവളില്ല. അവൻ ഉറപ്പുവരുത്തി. താഴെ ഇറങ്ങി അവൻ വീണ്ടും പരിശോധിച്ചു. ഒടുവിൽ ഒരു കാര്യം അവൻ ഉറപ്പിച്ചു, അവൾ അവിടെ ഇല്ല. അവന് വല്ലാതെ ദേഷ്യം വന്നു. മുൻവശത്തെ കതകിൽ തട്ടി തുറക്കാനായി അവൻ അലറി വിളിച്ചു. കതക് തുറന്ന അവന്റെ അംഗരക്ഷകർ കാണുന്നത് ദേഷ്യം കൊണ്ട് തിളച്ചുമറിയുന്ന വെർ ഈസ് ഷീ? അവൻ അവരോട് അലറി. അവരെല്ലാവരും ആകെ പകച്ചു. കാരണം ഇത്രയും നേരം അവരാരും നിന്നിടത്തു നിന്ന് മാറാതെ കാവൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കതക് തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അവരും അകത്ത് കയറി മുക്കും മൂലയും പരിശോധിച്ചു. പക്ഷെ അവളെ കിട്ടിയില്ല. അവൾ അവിടെ ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. എവിടെ പോയി? കതക് തുറക്കാതെ ഈ വീടിനകത്ത് നിന്ന് അവൾ എങ്ങനെ പുറത്തിറങ്ങി? അവന് ഭ്രാന്തു പിടിച്ചു. തിരികെ മുറിയിലേക്ക് കയറിയ അവൻ ആ മുറിയിലെ സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തു. നിന്നെ ഒരിക്കലും വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ തരുന്ന വേദന നിനക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും, അവൻ മനസ്സിൽ പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ സമയം കഴിഞ്ഞിരിക്കുന്നു. അവളെ ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടും കാണാതായിട്ടും. ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ ആ വൃദ്ധയുടെ അടുത്തേക്ക് പോയി. ഇനി ആ കുഞ്ഞിപ്പെണ്ണ് വൃദ്ധയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടോ എന്നറിയാനാണ് അവിടേക്ക് പോയത്.
എന്നാൽ അവിടെയും അവളില്ല. അവന് ദേഷ്യം അധികരിച്ചു. ആർക്കെങ്കിലും മുന്നിൽ തോറ്റു എന്ന് അവന് തോന്നിയാൽ അവൻ ചെയ്യുന്നത് കണ്ണടച്ച് ശ്വാസം നിയന്ത്രിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വിശകലനം ചെയ്യുക എന്നതാണ്. അവൻ കണ്ണടച്ച് ചാരുകസേരയിൽ കുറച്ചുനേരം കിടന്നു. അവന്റെ ബോഡി ഗാർഡ് എന്ത് ചെയ്യണമെന്നറിയാതെ മുറ്റത്ത് നിൽക്കുകയാണ്. ഗ്രാമമായതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടും അവിടെയുള്ള വഴികളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടും എങ്ങനെയാണ് തിരയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. അവൻ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. എടുത്ത ഉടൻ തന്നെ ശ്രീദേവി സംസാരിച്ചു തുടങ്ങി. എന്താണ് കണ്ണാ നീ ഇന്ന് വരാതിരുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വയ്യായിക വല്ലതുമുണ്ടോ? അമ്മ ഇപ്പോൾ ഗുരുവായൂരിലുണ്ട്. കണ്ണനെ തൊഴണമെന്ന് തോന്നി. അച്ഛമ്മയെ ഞാനും കൂടി വരാനിരുന്നതാണ്. അച്ഛമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് ഞാനും റാമും മാത്രമേ ഉള്ളൂ. എന്തായാലും നീ ഇന്നത്തെ ഫ്ലൈറ്റിൽ കയറിയില്ലല്ലോ. നീ നേരെ ഇങ്ങി വാ, നമുക്കൊരുമിച്ച് തിരിച്ചു പോകാം. ശ്രീദേവി അവരുടെ സ്വന്തം പ്രൈവറ്റ് ജെറ്റിലാണ് വന്നത്. അതുകൊണ്ടാണ് മകനെ തിരികെ പോകാൻ വിളിക്കുന്നത്. ഇല്ല അമ്മ, ഐ ആം ഹാവിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് പെൻഡിങ് വർക്ക് ടു ബി ഡൺ ഹിയർ. എൻ്റെ ജോലി തീർത്തിട്ട് ഞാൻ വരാം. അമ്മ, നമ്മുടെ ഈ തറവാട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ 4 വാതിലുകൾ വഴിയല്ലാതെ എന്തെങ്കിലും രഹസ്യ വഴിയുണ്ടോ? അവന്റെ ചോദ്യം കേട്ട് അവരൊന്ന് അമ്പരന്നു. എങ്കിലും പഴയ തറവാടുകളിൽ അങ്ങനെയുള്ള രഹസ്യ വഴികൾ ഉണ്ടോ എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടായിരിക്കാം അവൻ അങ്ങനെ ചോദിച്ചത് എന്നവർക്ക് തോന്നി. ഒരു വഴിയുണ്ട് മോനെ. പൂജാമുറിയുടെ പുറകിലായി നിലവറയിലേക്ക് പോകാനായിട്ട് പടവുകളുണ്ട്. നിലവറയിൽ നിന്നും പുറത്തേക്കിറങ്ങാനായി ഒരു വാതിലും. നമ്മുടെ കുളപ്പടവിന് അരികിലേക്കാണ് വാതിൽ തുറക്കുന്നത്. ശ്രീദേവിയുടെ വാക്കുകൾ കേട്ട് അവന്റെ മുഖത്ത് വന്യമായ ക്രൂരമായ ചിരി വിരിഞ്ഞു. തുടരും.